യുദ്ധം തുടരുന്നതിനിടയിൽ കടുക്കുന്നതിനിടയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എവിടെ എന്ന ചോദ്യം പല നിലക്ക് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ട്. നെതന്യാഹു കൊല്ലപ്പെട്ടു എന്നുള്ള അഭ്യൂഹങ്ങളും പ്രചാരണങ്ങളും പരകോലത്തിൽ നടക്കുന്നു. അതിനെയൊക്കെ തള്ളുന്നതിന് വേണ്ടി പ്രധാനമന്ത്രിയുടെ ഓഫീസ് പല ഘട്ടങ്ങളിലായി വീഡിയോ പുറത്തിറക്കിയിരുന്നു. നെതന്യാഹുവിൻ്റെ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ മിനിറ്റുകൾക്ക് മുമ്പ് മാത്രം പുതിയൊരു വീഡിയോയും ഇറങ്ങിയിട്ടുണ്ട്. ജെറുസലേമിൽ അദ്ദേഹം നിരത്തിലൂടെ നടക്കുന്നതും ആളുകളോട് ഹായ് പറയുന്നതുമൊക്കെ. അപ്പോൾ ഈ വീഡിയോകളൊക്കെ AI നിർമ്മിതമാണ് എന്ന മറ്റൊരു പ്രചാരണം വേറൊരു തലത്തിൽ പ്രചരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നെതന്യാഹു ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് ലോകത്തെ അങ്ങോളം ഇങ്ങോളമുള്ള മനുഷ്യർക്ക് പൂർണ്ണമായും വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് നിലവിലുള്ളത്. അപ്പോൾ നെതന്യാഹുവിൻ്റെ കാര്യത്തിൽ എന്താണ് സംഭവിക്കുന്നത് കൂടി നോക്കാം. ദാവൂദ് ഈ നെതന്യാഹുവിൻ ജീവിച്ചിരിപ്പില്ല എന്നതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വാർത്തകളൊക്കെ വെറും അഭ്യൂഹങ്ങൾ മാത്രമാണ്, ഇല്ല ഫേക്കാണ് എന്ന് നിരന്തരം പറയാൻ ശ്രമിക്കുന്നുണ്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസ്, ഇസ്രായേലും. അപ്പോൾ അതല്ല എന്ന് വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ എന്താണ്? ഈ യുദ്ധത്തിൽ ഏറ്റവും വലിയൊരു കൗതുക കാഴ്ച എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി അദ്ദേഹം ഞാൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് വീഡിയോകൾ ഇറക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. പ്രീ റെക്കോർഡഡ് വീഡിയോ എന്ന നിലയിൽ വീഡിയോകൾ ഇറക്കേണ്ടി വരുന്നു. പക്ഷേ അത് പ്രീ റെക്കോർഡഡ് വീഡിയോ അല്ല, AI ജനറേറ്റഡ് ഡീപ് ഫേക്ക് വീഡിയോ ആണ് എന്ന് വീഡിയോ ഇറങ്ങിയ ഉടനെ തന്നെ ആളുകൾ അതിനെ ഡൈസെക്റ്റ് ചെയ്യുന്ന ആളുകൾ പറയുന്നു. മാർച്ച് 9 ശേഷം ഇദ്ദേഹത്തിനൊരു പബ്ലിക് അപ്പിയറൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ മാർച്ച് 9 അദ്ദേഹം അവസാനമായിട്ട് അദ്ദേഹത്തിൻ്റെ പബ്ലിക് അപ്പിയറൻസ് എന്നുള്ള നിലയ്ക്കൊരു വീഡിയോ വരുന്നത്. അവിടുത്തെ നാഷണൽ ഹെൽത്ത് കമാൻഡ് സെൻറ്റർ അദ്ദേഹം സന്ദർശിക്കുന്നു, ഹെൽത്ത് മിനിസ്റ്ററുടെ കൂടെ സന്ദർശിക്കുന്നതിൻ്റെ വീഡിയോ നോക്കൂ. അഗൈൻ ദാറ്റ് വാസ് നോട്ട് എക്സ്കോർട്ടഡ് ബൈ ജേർണലിസ്റ്റ്. അദ്ദേഹം അവിടെ സന്ദർശിക്കുകയും അവിടെയുള്ള സ്റ്റാഫിനോട് സംസാരിക്കുകയും ചെയ്യുന്ന വീഡിയോ ആണ് പുറത്തു വന്നത്. അവിടെ വെച്ചാണ് അദ്ദേഹം 1-2 പ്രസ്താവന നടത്തുന്നുണ്ട്. ഇറാൻ ഇതാക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിനെ അദ്ദേഹം അഭിനന്ദിച്ചൊക്കെ ആയിട്ടുള്ള പ്രസ്താവനകൾ വന്ന് അത് പ്രീ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റാണ് വന്നത് കേട്ടോ. അതിൽ നടക്കുന്ന വീഡിയോസ്, ആ വീഡിയോ അതാണ് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ പബ്ലിക് അപ്പിയറൻസ് എന്ന് പറയപ്പെടുന്നത് പബ്ലിക്കിലുള്ളത്. പക്ഷേ അതും AI ജനറേറ്റഡ് ആണ് എന്നിപ്പോൾ ആളുകൾ പറയുന്നുണ്ട്, നെറ്റിസൻസ് പറയുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ഇറാൻ നാഷണൽ മീഡിയ, അവിടുത്തെ സെമൈ നാഷണൽ മീഡിയ തസ്നീം ന്യൂസ് ഏജൻസി അദ്ദേഹം കൊല്ലപ്പെടുകയോ മാരകമായി പരിക്കേൽക്കുകയോ ചെയ്തിട്ടുണ്ടെന്ന് പ്രസ്താവന വരുന്നു. അതിനുശേഷം അഗൈൻ ഇദ്ദേഹത്തിൻ്റെ ഒരു ടെലിവൈസ്ഡ് സ്പീച്ച് പുറത്തു വരികയാണ്. അതിനെ ഇവരെല്ലാം കൂടെ ഭയങ്കരമായിട്ട് ഡൈസെക്റ്റ് ചെയ്തു. അത് കാണുമ്പോൾ തന്നെ അത് AI ജനറേറ്റഡ് ആണെന്ന് ഫസ്റ്റ് ഇതിൽ തന്നെ നമുക്ക് തോന്നും, ആ മുഖവും ചലനങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ അതിലാണ് ഈ 6 വിരലിൻ്റെ പ്രശ്നമൊക്കെ വന്നത്. അപ്പോൾ ഇത് AI ജനറേറ്റഡ് ആണ് എന്ന് അത് വ്യാപകമായി അങ്ങനെ വന്നു. അപ്പോൾ അങ്ങനെയാണ് ഇന്നലെ എന്ത് വരുന്നത്, എൻ്റെ വിരലുകൾ 5 ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കോഫി ഷോപ്പിൽ നിന്നുള്ള ഒരു വീഡിയോ വരുന്നത്. കോഫി ഇദ്ദേഹം സിപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ സിപ്പ് ചെയ്ത ശേഷവും കോഫി കുറയുന്നില്ല, കോഫിയുടെ അളവിലും കുറയുന്നില്ലെന്ന് മാത്രമല്ല, നമ്മൾ ഈ സാധാരണ വലിയ കോഫി ഷോപ്പിൽ നിന്ന് കോഫി വാങ്ങുമ്പോൾ അതിലുള്ള ഈ ഫോമിൻ്റെ ക്രീമിൻ്റെ ഒരു ഫോർമേഷൻ ഉണ്ടാവുമല്ലോ, ആ ക്രീമിൻ്റെ ഫോർമേഷനും അതിൽ ആർട്ട് ഫോം അത് സെയിം ആയിട്ട് നിൽക്കുക. സിപ്പ് ചെയ്തതിന് ശേഷം പിന്നെ ഗ്രാവിറ്റി എഫക്റ്റ് ചെയ്യുന്നില്ല. അതാണ് അതിലൊരു ഏറ്റവും വലിയ തമാശ. ഈ കപ്പ് ചരിക്കുകയോ ഇളകുകയോ ചെയ്യുമ്പം ഇതിൻ്റെ ഇത് മാറണമല്ലോ, ലെവൽ വാട്ടറാണല്ലോ, ഇത് ലിക്വിഡാണല്ലോ, ആ ലിക്വിഡിൻ്റെ ലെവലിൽ മാറണമല്ലോ, അത് മാറുന്നില്ല, അത് സെയിം ലെവലിൽ നിൽക്കുകയാണ്. ഇങ്ങനെ ഒരു കോഫി ഉണ്ടാവുമോ? അതൊരു പ്രശ്നമാണല്ലോ. ഇതേത് കോഫി ഷോപ്പ് എന്ന് ആളുകൾ ചോദിക്കുന്നു. സിപ്പ് ചെയ്തിട്ടും കുറയാത്ത കോഫി, ഫോമിൻ്റെ ഫോർമേഷൻ മാറാത്ത കോഫി, ഇതെന്ത് കോഫി എന്ന് ചോദിച്ചിട്ട് ആളുകൾ അതിനെയും പരിഹസിക്കുന്നുണ്ട്. അതിനുശേഷം ഈ അങ്ങാടി കൂടി നടക്കണ എപ്പോഴാണ് വന്നത്? അത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇതുണ്ടല്ലോ, ഈ കോഫി ഷോപ്പിലെ വീഡിയോ അതിനെയും ആളുകൾ പൊളിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. കോഫി ഷോപ്പിൽ അദ്ദേഹം ആക്ച്വലി ഉണ്ടായിരുന്നു, അവിടുത്തെ ഈ കോഫി വെണ്ടർ ഇത് കൊടുക്കുന്ന അങ്ങനത്തെ ചിത്രങ്ങൾ. അത് കണ്ടാൽ തന്നെ മനസ്സിലാവും എന്താണ് അത്. പിന്നെ ഭയങ്കരമായ ഡൈസെക്ഷനൊന്നും ആവശ്യമില്ല, അത് AI ജനറേറ്റഡ് ആണെന്ന് ആ ചിത്രങ്ങൾ കണ്ടാൽ മനസ്സിലാവും. എന്തോ ആകട്ടെ. അതെ, ആണോ? അങ്ങനെയുണ്ട്. അയ്യോ. അപ്പോൾ ഇതിൽ എന്താ വെച്ചാൽ ഇത് ഒരു ഹെഡ് ഓഫ് സ്റ്റേറ്റ്, ഒരു ഹെഡ് ഓഫ് ഗവൺമെൻറ് ഞാൻ ജീവിച്ചിരിപ്പുണ്ട് എന്നറിയിക്കാൻ വേണ്ടിയിട്ട് AI വീഡിയോ, AI അല്ലെന്ന് വിചാരിക്കാം, ഈ പ്രീ റെക്കോർഡഡ് വീഡിയോസ് ഇറക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അത് ഒരു വല്ലാത്തൊരു ഇടങ്ങേറ് പിടിച്ച സിറ്റുവേഷനാണ്. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും ഇദ്ദേഹം എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എളുപ്പ വഴിയുള്ളൂ. ജസ്റ്റ് അദ്ദേഹം പത്രക്കാരെ മീറ്റ് ചെയ്താൽ മതിയല്ലോ, ജേർണലിസ്റ്റുകളെ മീറ്റ് ചെയ്യാം, മിത്രങ്ങൾ മാത്രം ആയിക്കോട്ടെ, നമ്മളെ
അണ്ടിമുക്ക് ഷാഗയിൽ നിന്നൊക്കെയുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ജേർണലിസ്റ്റുകൾ അങ്ങോട്ട് വിട്ടിട്ട് ആ ഒരു പ്രസ് മീറ്റ്, ഒരു ചെറിയൊരു ബ്രീഫിംഗ്, ഒരു പ്രസ് ബ്രീഫിംഗ്, പ്രിയപ്പെട്ട ജേർണലിസ്റ്റുകൾ മാത്രമല്ല, ഒരു ഫിസിക്കൽ പ്രസ് ബ്രീഫിംഗ് നടത്തിയാൽ തീരുന്നേ ഉള്ളൂ. പക്ഷേ അത് നടക്കുന്നില്ല. ഈ യുദ്ധം തുടങ്ങിയത് മുതൽ 15 ദിവസമായി അദ്ദേഹത്തിൻ്റെ ആ നിലക്കുള്ള ഫിസിക്കൽ അപ്പിയറൻസ്, ഫിസിക്കൽ ബ്രീഫിംഗ് നടക്കുന്നില്ല. ഒന്നാലോചിക്കണം, ഈ ഒരുപക്ഷെ ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വാഷിങ്ടണിലേക്ക് ട്രിപ്പ് നടത്തിയിട്ടുള്ള മനുഷ്യനാണ് ഇയാൾ. എപ്പോഴും വാഷിങ്ടണിലേക്ക് മാത്രമല്ല, ആ ട്രംപ് അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് റെസിഡൻസിൽ വിശ്രമത്തിലിരിക്കുമ്പോൾ അവിടേക്ക് ഫ്ലോറിഡയിലേക്ക് പോലും ട്രിപ്പ് നടത്തിയിട്ടുള്ള, അദ്ദേഹത്തിൻ്റെ റിസോർട്ടിലേക്ക് പോലും ട്രിപ്പ് നടത്തിയിട്ടുള്ള മനുഷ്യനാണ് അദ്ദേഹം. വിദേശ ട്രിപ്പ്, അമേരിക്കയിൽ ട്രിപ്പ് നടന്നില്ല, ഇൻ്റർനാഷണൽ ഡെലിഗേഷനെ സ്വീകരിക്കുന്നില്ല. ഇതിലെല്ലാം ഒരു അദ്ദേഹത്തിൻ്റെ മകൻ യാർ നെതന്യാഹു ഒരു ദിവസം 3-4 ട്വീറ്റ് ഇട്ടുകൊണ്ടിരുന്ന ആളാണ്. ഈ പറയുന്ന 9-ാം തീയതിക്ക് ശേഷം ഈ മനുഷ്യന് സോഷ്യൽ മീഡിയയിൽ കാണാനേ ഇല്ല. എന്നിട്ട് ഫിസിക്കൽ പ്രസൻസ് മാത്രമല്ല, ഓൺലൈൻ സോഷ്യൽ മീഡിയ പ്രസൻസും കാണുന്നില്ല. അതുകൊണ്ട് ഈ യുദ്ധത്തിൽ ഏറ്റവും കൗതുകകരമായ സംഗതിയാണ് അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെന്ന്, ഞങ്ങളുടെ പ്രധാനമന്ത്രി ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളതിന് വേണ്ടിയിട്ട് നിരന്തരം വീഡിയോ ഒരു രാജ്യത്തിന് പുറത്തേക്ക് വിടേണ്ടി വരിക എന്ന് പറയുന്നത് ഒരു ഭയങ്കര തമാശയാണ്. ഇതല്ല, ഞാൻ നെതന്യാഹു കൊല്ലപ്പെട്ടു എന്ന് ഞാൻ പറയുന്നില്ല, കൊല്ലപ്പെട്ടിട്ടില്ല, ജീവിച്ചിരിപ്പുണ്ട്, അല്ലെങ്കിൽ ആരോഗ്യവനായി ജീവിച്ചിരിപ്പുണ്ട് എന്ന് തെളിയിക്കാൻ സിമ്പിളായിട്ടുള്ളൊരു വഴിയുണ്ട്. ഒന്ന് പത്രക്കാരെ കണ്ടാൽ മതി. അതിന് അദ്ദേഹത്തോട് മിത്രങ്ങൾ അപേക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നജിംസ്, അങ്ങനെ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും അർത്ഥത്തിൽ അവിടെ നിന്ന് വാർത്ത പുറത്തു വരേണ്ടതില്ല. അവിടുത്തെ മാധ്യമങ്ങളോ പ്രതിപക്ഷമോ ആളുകളോ അതിനൊന്നും സാധ്യതയില്ല. ഇനി അഥവാ ഇസ്രായേലിലെ മാധ്യമങ്ങൾ വല്ലാത്ത രീതിയിൽ സെൻസർഷിപ്പിന് വിധേയമാണിപ്പോൾ. നമ്മൾ അല്ലാതെ തന്നെ നോക്കുക, അപ്പോൾ വെസ്റ്റേൺ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ പോലും ഇസ്രായേൽ മാധ്യമങ്ങളോ ഹാരറ്റ്സോ ജെറുസലേം പോസ്റ്റോ ഒന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഇസ്രായേലിലുണ്ടാകുന്ന കാഷ്വാലിറ്റീസ് പുറത്തുനിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്, ഇപ്പോൾ റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ അത്ര ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല. ഒരുപക്ഷെ അവരുടെ നാഷണൽ പ്രൈഡ്, ഒരു വാർ സിറ്റുവേഷൻ, അപ്പോൾ മാധ്യമങ്ങൾ കൂടി എന്താണ് ഒരു ദേശീയ ബോധത്തോടൊപ്പം നിൽക്കുന്നതൊക്കെ ആയിരിക്കാം. അപ്പോൾ ഹാരറ്റ്സ് ഒന്നും അങ്ങനെയുള്ള പത്രങ്ങളല്ല. ഹാരറ്റ്സൊക്കെ ഒരു ലെഫ്റ്റ് ലീനിങ് പത്രമാണ്. പക്ഷെ അവർ പോലും എന്താണ് ഒരു സെൽഫ് സെൻസറിങ് നടത്തിയിട്ടാണ് വാർത്തകൾ ചെയ്യുന്നത് നമുക്ക് തോന്നിപ്പോവും. അതിൻ്റെ ബ്രേക്കിംഗ് കണ്ടൻറ്റും അതുപോലെ ഹെഡ്സൊക്കെ വായിക്കുമ്പോൾ നമുക്ക് പഴയ പോലെയല്ല. ഇപ്പോൾ ഗസ വാർ നടന്ന സമയത്ത് നെതന്യാഹുവിനെ വിമർശിച്ച് തന്നെ കണ്ടൻസ്, ഒപ്പീനിയൻ പീസൊക്കെ കൊടുത്തുകൊണ്ടിരുന്ന പത്രമാണ് ഹാരറ്റ്സ്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല, അവരങ്ങനെ ചെയ്യുന്നില്ല. ഒരുപക്ഷെ ഒരു യുദ്ധ സാഹചര്യത്തിലായതുകൊണ്ടായിരിക്കാം. എൻ്റെ പ്രശ്നം അതല്ല. ഇപ്പോൾ പ്രധാനമന്ത്രി മരിച്ചു എന്ന് നമുക്ക് വിശ്വസിക്കാനൊന്നുമില്ല. അപ്പോൾ അവരുടെ ഒരു വേവ് ഓഫ് സിയോൺ എന്ന് പറഞ്ഞിട്ട് നെതന്യാഹുവിൻ്റെ പ്രൈവറ്റ് ജെറ്റുണ്ട്. പ്രൈവറ്റ് ജെറ്റല്ല, ഒഫീഷ്യൽ ജെറ്റ്. ആ ജെറ്റ് ഇയാളൊക്കെ പബ്ലിക് അപ്പിയറൻസ് വരുന്നതിന് തൊട്ട് മുമ്പുള്ള ദിവസം, അവസാനിച്ചതിന് തൊട്ട് മുമ്പുള്ള ദിവസം അത് പറന്നതിൻ്റെ ഫ്ലൈറ്റ് റഡാർ റെക്കോർഡ്സ് ചിലർ പുറത്തു വിടുന്നുണ്ട്. നെറ്റിസൻസാണ് പുറത്തു വിടുന്നത്. അപ്പോൾ അതാദ്യം ടെലവീവിൽ നിന്ന് പറക്കുന്നു, സൈപ്രസിനും ഇസ്രായേലിനും ഇടയിൽ കടലിന് മുകളിൽ 4 മണിക്കൂറോളം റൗണ്ട് ചെയ്യുന്നു. ഈ ഫ്ലൈറ്റ് 4 മണിക്കൂർ റൗണ്ട് ചെയ്യുന്നു. പിന്നെ ഇറ്റലിക്ക് ചെല്ലുന്നു. ഇറ്റലിയിൽ അതിന് ലാൻഡ് ചെയ്യാൻ പെർമിഷൻ കിട്ടുന്നില്ല, നേരെ ജർമ്മനിക്ക് പോകുന്നു. ജർമ്മനിയിൽ ആ വിമാനം ഉണ്ടെന്നുള്ളത് ജർമ്മനി തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ ജർമ്മനി പറയുന്നത് അതിൽ ആരും ഉണ്ടായിരുന്നില്ല. ഈ വിമാനത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അത് ജർമ്മനിയിൽ മാറ്റിവെച്ചു എന്നാണ് വിലയിരുത്തുന്നത്. പക്ഷെ അന്നുപോലും നെതന്യാഹുവിനെ കാണുന്നില്ല. ഇതാണ് യാഥാർത്ഥ്യം. നെതന്യാഹു കൊല്ലപ്പെട്ടു എന്ന് വിശ്വസിക്കാൻ പറ്റിയ തെളിവുകളൊന്നും നമ്മുടെ കയ്യിലില്ല. പ്രശ്നം അതല്ല, ഇനി പരിക്കേറ്റുന്നതിനെ വയ്ക്കുക. ഇപ്പോൾ ഇറാൻ്റെ മിസൈലൊന്നും വീണിട്ടല്ല. നെതന്യാഹു ഈ യുദ്ധത്തിനിടയ്ക്ക് കുളിമുറിയിൽ കാല് തന്നെ വീണു. അയാൾ ഹോസ്പിറ്റലൈസ് ആയി. എന്നാൽ പോലും ഇസ്രായേലിന് പ്രശ്നമാണ്. കാരണം ഇത് ഇറാൻ്റെ മിസൈൽ അറ്റാക്കിൽ സംഭവിച്ചാണെന്ന് ഇറാൻ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ പ്രധാനമന്ത്രിക്ക് പോലും സുരക്ഷയില്ലാത്ത ഒരു രാജ്യം എന്നുള്ള ഇമേജുമായി ഇസ്രായേലിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം എന്താണ്, ലോകത്തെ ഏറ്റവും വലിയ സർവൈലൻസ് മെക്കാനിസമുള്ള, സർവൈലൻസ് ഇൻഡസ്ട്രി ഉള്ള ഒരു രാജ്യമാണ് ഇസ്രായേൽ. മറ്റൊന്ന്, ഏത് വിധേനയുള്ള മിസൈലുകളെയും ബോംബുകളെയും തകർക്കാൻ കഴിയുന്ന എയർ ഡിഫൻസ് സിസ്റ്റം, ലോകപ്രശസ്തമായ സിസ്റ്റം. സ്കൂൾ കുട്ടികൾക്ക് പോലും അറിയാം അവിടുത്തെ അയൺ ഡോമിനെ കുറിച്ചും എല്ലാം. ലോകത്തെ എല്ലാ സ്കൂൾ കുട്ടികൾക്ക് പോലും അറിയാവുന്ന വിധം പ്രശസ്തമാണ് അവിടുത്തെ പ്രതിരോധ സംവിധാനം. അങ്ങനെ പ്രതിരോധ സംവിധാനമുള്ള ഒരു രാജ്യത്തിൻ്റെ രാഷ്ട്രത്തലവൻ യുദ്ധത്തിനിടയിൽ കുളിമുറിയിൽ കാല് തന്നെ വീണു എന്ന് പറഞ്ഞാൽ പോലും അവർക്ക് പ്രശ്നമാണ്. അതിന് അത്ര സുരക്ഷിതമായിരിക്കണം അവിടുത്തെ പ്രധാനമന്ത്രി. ഞാൻ വിചാരിക്കുന്നത് ചിലപ്പോൾ പരിക്ക് പറ്റിയിട്ടുണ്ടാകാം, ഹോസ്പിറ്റലൈസ്ഡ് ആയിരിക്കാം. അദ്ദേഹത്തിന് ഇപ്പോൾ എന്ത് ചെയ്യാൻ കഴിയില്ല, മാധ്യമങ്ങൾക്ക് മുമ്പിൽ വരാൻ കഴിയില്ല. വരാൻ കഴിയാത്ത സാഹചര്യത്തിൽ എന്ത് ചെയ്യും, ഒന്നും സംഭവിച്ചില്ല എന്നതുപോലെ അവർ വീഡിയോ ഒക്കെ ഇറക്കി. പക്ഷേ ഇതിനു മുമ്പ് മിലിറ്ററി ഒരു വാർത്താ സമ്മേളനം നടത്തിയിരുന്നതിന് ശേഷം ഒറ്റയെണ്ണത്തിൻ്റെ മുഖത്ത് വെട്ടിയ ചോരയില്ല. ആ വാർത്താ സമ്മേളനം നടന്ന ഒരാളും സന്തുഷ്ടരായിട്ടോ അല്ലെങ്കിൽ അഭിമാനബോധത്തിൽ ഇറാനിൽ ഞങ്ങൾ ഇത്ര വരെ കൊന്നു എന്നോ അല്ലെങ്കിൽ ഇറാനെ ഇങ്ങനെ ആക്രമിച്ചൊന്നും പറയാൻ വേണ്ടിയല്ല നിൽക്കുന്നത്. വളരെ ദുഃഖാർത്ഥരായിട്ടാണ് ഒരു വാർത്താ സമ്മേളനം നടന്നത്. സംതിങ് ഈസ് ഫിഷി, ആ കാര്യത്തിൽ തർക്കമില്ല. ഈ പറഞ്ഞ കോഫി ഷോപ്പിലെ വീഡിയോ, അതിന് മുമ്പ് കോഫി ഷോപ്പിൽ ഇറങ്ങി മുമ്പുള്ള വീഡിയോ ഉണ്ടല്ലോ, അത് ആണെന്ന് ഏത് കൊച്ചുകുട്ടികൾക്ക് മനസ്സിലാവും. ഞാൻ ആ 6 വിരലിൻ്റെ കാര്യം വെച്ചിട്ടല്ല പറയുന്നത്. 6 വിരൽ അങ്ങനെ നമുക്ക് തോന്നിയേക്കാം ചിലപ്പോൾ 6 വിരലുണ്ടെന്ന്.
ഈ വിരലുകളുടെ നീളം നോക്കുക നെതന്യാഹുവിൻ്റെ മുഖഭാവത്തിലൊക്കെ വ്യത്യാസം. മുഖഭാവ വ്യത്യാസം. ഈ വിരലുകളെല്ലാം ഒരേ നീളമാണ്, എല്ലാ വിരലുകൾക്കും ഒരേ നീളമാണ്. അതാണ് അത് ക്രിയേറ്റേഴ്സ് അവിടെ ഇല്ല അല്ലേ? അതാണ്. അതുപോലെ പല്ലിൻ്റെ, നമ്മൾ സംസാരിക്കുമ്പോൾ പല്ലിൻ്റെ സ്ഥാനങ്ങൾ, ഇപ്പോൾ എൻ്റെ പല്ല് ഞാൻ സംസാരിക്കുമ്പോഴോ ചിരിക്കുമ്പോഴോ പല്ല് വെളിയിൽ കാണുന്നതിനൊരു ഒരു 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 റിഥം ഉണ്ടാവും. ആ റിഥം അനുസരിച്ചല്ല പല്ല് വെളിയിൽ കാണുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഈ കോഫി ഷോപ്പിലെ സംഭവം അതും ആണെന്ന് ആരും ആരോപണങ്ങളുണ്ട്. അങ്ങനെ ഫാക്ട് ചെക്ക് എടുത്ത് ഇപ്പോൾ പറയാൻ കഴിയില്ല. പക്ഷെ അതിൽ പോലും ആണെന്ന് സംശയിക്കാവുന്ന കുറേ കാര്യമുണ്ട്. ഒന്ന് ഇയാൾക്ക് ഗോൾഡൻ കളറാണ്, അവിടെ ഇരിക്കുന്ന വേറെ ആർക്കും ആ ഗോൾഡൻ കളറില്ല. അപ്പോൾ ആരോ കോഫി വളരെ പ്രധാനം, ഞാൻ അത് ശ്രദ്ധിച്ചാൽ മനസ്സിലായി. ലാത്തയൊക്കെ ചിലപ്പോൾ ഇങ്ങനെ കൊഴുപ്പ് കൂടുതലുണ്ട്, ചിലപ്പോൾ സ്പില്ലായി കൊള്ളണമെന്നില്ല. ഞാൻ പറയുന്നതല്ല, അവിടെ നിൽക്കുന്ന എല്ലാവർക്കും സാധാരണ ഇസ്രായേലിലുള്ള കളറാണ്, ഇയാൾക്ക് മാത്രം. അപ്പോൾ ആരോ ചോദിക്കുകയാണ്, ഇറാൻ വിട്ട മിസൈൽ വല്ല കൊറിയൻ ക്രീമും അല്ലായിരുന്നു, ഇയാൾ സ്വർണ്ണ കളറാണ് ചോദിക്കുന്നുണ്ട്. അതാണ് ആ കളർ വ്യത്യാസമുണ്ട്. അപ്പോൾ ആൾക്ക് സംശയിക്കാം. അപ്പോൾ അയാൾ മരിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം ഇതാണ്. അതായത് ഇറാൻ ഞങ്ങളെ അടിച്ചു, ഞങ്ങൾ അത്ര ദുർബലമാണ്, ഞങ്ങളുടെ എയർ ഡിഫൻസ് സംവിധാനങ്ങൾ പരാജയപ്പെട്ടു എന്ന് ലോകത്തോട് പറയാൻ കഴിയില്ല. ഇനി മരിച്ചാലും പരിക്കേറ്റാലും ഒക്കെ സെയിം എഫക്റ്റാണ് ഇസ്രായേലിനെ സംബന്ധിച്ചുണ്ടാവുക എന്നുള്ളതാണ്.